കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എക്സോസോം തെറാപ്പി എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് എക്സോസോം തെറാപ്പി? എന്തുകൊണ്ടാണ് ബ്യൂട്ടി വേൾഡിൽ ഇതിന് ഇത്രയും ഹൈപ്പ് കിട്ടാനുള്ള കാരണം? ആർക്കൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ഇതിനെന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ഓക്കെ, ദെൻ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എന്താണ് എക്സോസോംസ്? അപ്പോൾ എക്സോസോംസ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽസിൽ നിന്നിട്ടും റിലീസാവുന്ന ടൈനി എക്സ്ട്രാ സെല്ലുലാർ വെസിക്കിൾസ് ആണ്. അതുപോലെ തന്നെ ഇത് സെൽസിൻ്റെ ഇടയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന ലിറ്റിൽ മെസ്സഞ്ചേഴ്സും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിൻ്റെ റീജനറേഷനും കൊളാജൻ പ്രൊഡക്ഷനും ഹീലിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും. ട്രഡീഷണൽ സിറംസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എക്സോസോംസ് ഗോ ഡീപ്പ്, അത് പവർഫുൾ സ്കിൻ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനെ എൻഹാൻസ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് എക്സോസോം തെറാപ്പിയുടെ ബെനിഫിറ്റ്സ്? അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നതാണ് ആൻറ്റി ഏജിങ്. അത് ഇലാസ്റ്റിനെയും കൊളാജനെയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. അപ്പോൾ അടുത്തതാണ് സ്കിൻ റിപ്പയർ ആൻഡ് ഹീലിംഗ്. ഇപ്പം നമ്മൾ മൈക്രോ നീഡ്ലിംഗ്, അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, കെമിക്കൽ പീൽസ് ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ റിക്കവറി സ്പീഡപ്പ് ആക്കും. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും സൺ ഡാമേജും ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ഈവൻ ടോൺ കിട്ടാനായിട്ട് ഹെൽപ്പാക്കും. ഇത് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നും അതുപോലെ തന്നെ ആക്നെ ഉള്ളവർക്കും റൊസേഷ്യ ഉള്ളവർക്കൊക്കെ കുറച്ച് നല്ലതാണ്. അതുപോലെ തന്നെ ഡീപ്പ് ഹൈഡ്രേഷനും സ്കിൻ ബാരിയർ സപ്പോർട്ട് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പാക്കും. ഇനി എങ്ങനെയാണ് ഈ എക്സോസോം തെറാപ്പി പെർഫോം ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ മൈക്രോ നീഡ്ലിങ്ങിനും അതുപോലെ ലേസേഴ്സ് അല്ലെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ശേഷം എക്സോസോംസ് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്നുള്ള അബ്സോർപ്ഷനും അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു ഹീലിങ്ങിനും ഹെൽപ്പാണ്. ഇത് ക്ലിനിക് പ്രൊസീജിയേഴ്സിൽ പെടുന്നതാണ്. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ടോപ്പിക്കൽ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇപ്പോൾ ചില ഹൈ എൻഡ് സിറംസിലും ക്രീംസിലൊക്കെ എക്സോസോംസ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ ക്ലിനിക്കിൽ പോകാണ്ട് തന്നെ ഇപ്പോൾ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ആക്കാം. പക്ഷേ ഇത് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പോലെ അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളത് മാത്രം. ഇനി ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഇത് സേഫ് ആണോ എന്നുള്ളതാണ്. ഇത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള എക്സോസോംസ് യൂസ് ചെയ്തുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ജനറലി നമുക്ക് യെസ് എന്ന് പറയും, ഇത് സേഫാണ്, അല്ലെങ്കിൽ ഇതിൽ വേറെ റിസ്ക് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇതിപ്പോഴും പുതിയതായതുകൊണ്ട് തന്നെ FDA ഇത് ഫുള്ളായിട്ട് അപ്രൂവ് ചെയ്തിട്ടില്ല. ചില ആൾക്കാരിൽ മൈൽഡ് ആയിട്ടുള്ള റെഡ്നെസ്സും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുള്ളൊരു മേ ബി ചാൻസ് ഉണ്ടായിരിക്കും. പക്ഷെ മേജർ സൈഡ് ഇഫക്ട്സ് റെയറാണ്. എന്നിരുന്നാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ആർക്കൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റ്, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം? നിങ്ങൾക്കൊരു സ്കിൻ റെജുനേഷൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് ഒക്കെ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾ ആക്നെ സ്കാർസ് കൊണ്ടിട്ടോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ടിട്ടോ ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ എസ്തെറ്റിക്കായ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് മൈക്രോ നീഡ്ലിംഗ് അതുപോലെ തന്നെ ലേസേഴ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹീലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ റൊസേഷ്യ കൊണ്ടിട്ടോ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ കൊണ്ടിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇത് ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എക്സോസോം തെറാപ്പി എന്ന് പറയുന്നത് തന്നെ കുറച്ച് പ്രൈസി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. എക്സോസോം തെറാപ്പി വെർത്ത് ആണോ എന്നുള്ളത്, നിങ്ങൾ സ്കിൻ കെയറിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരു കട്ടിങ് ഏജ് സൊല്യൂഷനൊക്കെ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്താണ് എക്സോസോം തെറാപ്പി എന്നുള്ളത്. ഇനി നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എക്സോസോം തെറാപ്പി ട്രൈ ചെയ്യുക, അത് നിങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.